നമ്മുടെ രാജ്യം എല്ലാ തരത്തിലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഭീകരവാദത്തിനെതിരെ പൊരുതുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് പറയുന്നത്. പാകിസ്ഥാനിലെ എല്ലാ ഭീകര കേന്ദ്രങ്ങളും തകർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് നമുക്കിപ്പോൾ ഉള്ളത് എന്നുള്ളതിൽ സംശയമില്ല. ഭീകരവാദികൾ ഉള്ളിടത്തോളം കാലം നമ്മുടെ രാജ്യത്തിനെന്നല്ല, അത് മറ്റെല്ലാ രാജ്യത്തിനും ഭീഷണിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കശ്മീരിലെ പാവപ്പെട്ട ഒരു തെറ്റും ചെയ്യാത്ത ജനങ്ങളെ ഒരു കാരണവുമില്ലാതെ വധിച്ച അതിക്രൂരമായിട്ടുള്ള നീചമായിട്ടുള്ള മനസ്സുള്ള പാകിസ്ഥാൻ തീവ്രവാദികൾ, അവർക്കെതിരെ പോരാടേണ്ടതും അവരെ ഇല്ലായ്മ ചെയ്യേണ്ടതും നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ പോലും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പൊരുതേണ്ടിടത്ത് ചിലരെങ്കിലും, അതായത് നമുക്കിടയിൽ തന്നെ ചിലരെങ്കിലും അവർക്കനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള പോസ്റ്റുകൾ കാണാൻ ഇടയാകുന്നത് തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഞാൻ കാണാനിടയായത്. അതായത് പാക് അനുകൂല FP പോസ്റ്റുമായി CPM നേതാവും പഞ്ചായത്ത് പ്രസിഡന്റുമായ ഷീബ കക്കോടി രംഗത്ത് വന്നിരിക്കുകയാണ്. FP പോസ്റ്റിലൂടെയാണ് പാക് അനുകൂലമായിട്ടുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ദേശാതിർത്തികൾക്കപ്പുറം മനുഷ്യരാണ്, വികാരങ്ങളുള്ളവരാണ് എന്ന തരത്തിലാണ് ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അവർ ഇങ്ങോട്ട് നമ്മളെ പണിതപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പാവപ്പെട്ട ജനങ്ങളെ ഇല്ലാതാക്കിയപ്പോൾ അവർ മനുഷ്യരാണെന്ന് കരുതിയിരുന്നില്ലേ? നമുക്കിടയിലുള്ളവർ മനുഷ്യരാണെന്ന് ഈ പറയുന്ന തീവ്രവാദികൾ കരുതിയിരുന്നില്ല. വികാരങ്ങൾ ഉള്ളവരാണെന്ന് കരുതിയിരുന്നില്ല. അങ്ങനെയുള്ള അതുപോലുള്ള തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അവർക്ക് അനുകൂലമായിട്ട് പോസ്റ്റ് ഇടാനായിട്ട് ഇങ്ങനെയും ചിലരുണ്ട് എന്ന് അറിയുമ്പോഴത്തേക്കും വളരെ ദയനീയമായിട്ടുള്ള കാഴ്ച തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതും CPM നേതാവ് മാത്രമല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വ്യക്തിയാണ്. ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നതോടുകൂടി തന്നെ വലിയ തോതിലുള്ള വിവാദമായി. അതോടൊപ്പം തന്നെ അവർക്കെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വലിയ തോതിൽ തന്നെ. അതുകൊണ്ട് തന്നെ ആ പോസ്റ്റ് പെട്ടെന്ന് തന്നെ മുക്കുകയായിരുന്നു. അതായത് വിവാദമായതോടുകൂടി തന്നെ ആ പോസ്റ്റ് പെട്ടെന്ന് പിൻവലിക്കുകയായിരുന്നു. എന്തൊരു അവസ്ഥയാണല്ലേ! നമ്മുടെ സൈനികർ, അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെന്റ് നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പാവപ്പെട്ട ജനങ്ങളുടെ ആ ജീവന്, തീവ്രവാദികൾ എടുത്ത ആ ജീവന് തിരിച്ചടി നൽകാനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെതിരെ സംസാരിക്കാനും ചിലരുണ്ട് എന്ന് പറയുന്നത് അതിദയനീയമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട്, തീവ്രവാദികൾക്ക് അനുകൂലമായിട്ട്, അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂലമായിട്ട് ഇങ്ങനെയും പോസ്റ്റ് ഇടുന്ന ചിലർ, നമ്മളോട് കാണിക്കാത്ത മനുഷ്യത്വം നമ്മൾ എന്തിനാണ് അവരോട് കാണിക്കുന്നത് എന്നത് മാത്രമാണ് ഏറ്റവും വലിയ ചോദ്യമെന്ന് പറയുന്നത്. പാവപ്പെട്ട, ഒരു ആയുധവും കയ്യിലില്ലാത്ത, ഒന്നുമറിഞ്ഞൂടാത്ത പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കിയ ഇതുപോലുള്ള തീവ്രവാദികൾക്ക് ഒരു ദയയും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും, അർഹിക്കുന്ന ശിക്ഷ തന്നെ അവർക്ക് ലഭിക്കേണ്ടത് എന്നുള്ളതും വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനൊപ്പം നിൽക്കാതെ കൊന്നൊടുക്കിയവരെ അനുകൂലിച്ചുകൊണ്ടും നമ്മൾ ഒന്നും ചെയ്യാതെ മിണ്ടാതെ നിൽക്കണമെന്ന് പറയുന്നവരോട് നിങ്ങൾക്കൊന്നും നാണമില്ലേ ഇങ്ങനെ പറയാനെന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. നമ്മളായിട്ട് ഒന്നിനും അങ്ങോട്ട് പോയിട്ടില്ല, അവരായിട്ട് വന്നു. നമ്മുടെ പാവപ്പെട്ട ജനങ്ങളെ അവർ കൊന്നു. അതിന് തിരിച്ചടി നൽകേണ്ടത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ സൈന്യവും അതോടൊപ്പം തന്നെ നമ്മുടെ സർക്കാരും വേണ്ട വിധത്തിൽ ചെയ്യുന്നു. അതിനിടയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ തികച്ചും അനാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നമ്മുടെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ട് തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ട് തന്നെയാണ്, നമ്മുടെ സർക്കാരിനൊപ്പവും നമ്മുടെ സൈന്യത്തിനൊപ്പവും. പക്ഷെ അതിനിടയിൽ ഇതുപോലുള്ള ചിലർ കാണിക്കുന്ന ഇതുപോലുള്ള കാര്യങ്ങളാണ് വളരെ മോശമായിട്ടുള്ളത് എന്നതിൽ സംശയമില്ല. എന്തായാലും സംഗതി കൈവിട്ടു പോയി എന്ന് മനസ്സിലായപ്പോഴത്തേക്കും ആ പോസ്റ്റും കളഞ്ഞു, അതും മുക്കി, അവസാനം അക്കൗണ്ടും പൂട്ടിയിടേണ്ട അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്.